ഒറീസ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ബി ജെ ഡിക്ക്, അതായത് ബിജു ജനതാദളിന് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടമാകും എന്നാണ് സർവേകൾ വരുന്നത്. ബി ജെ ഡിക്ക് തന്നെ കൃത്യമായി അറിയാം, ശക്തമായ ഭരണവിരുദ്ധത അവിടെയുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ടുന്നത് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് തന്നെയാണ്. ബി ജെ പി അധികാരത്തിലേക്ക് എത്താൻ നിലവിൽ സാഹചര്യം ഏറെയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു മുഖ്യ പ്രതിപക്ഷം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ, 21-ൽ 8 സീറ്റുകൾ നേടിയെടുത്തു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇക്കുറി കോൺഗ്രസിൻ്റെ സഹായം കൂടി പരസ്യമായിട്ടല്ലെങ്കിൽ പോലും ബി ജെ ഡിക്ക് വേണം എന്ന രീതിയിലേക്കാണ് പ്രാദേശിക തലത്തിൽ ചർച്ചയാകുന്നത്. ആദ്യം ബി ജെ പിയുമായിട്ടുള്ള സഖ്യം വേണം എന്ന രീതിയിലേക്ക് ബി ജെ ഡി മാറിയെങ്കിലും അത് പ്രാവർത്തികമല്ല. അത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാകും എന്ന നവീൻ പട്നായിക്കിൻ്റെ തിരിച്ചറിവാണ് ആ ഒരു സഖ്യം ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും ബി ജെ ഡിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം, അതായത് മുന്നേറ്റമില്ലായ്മ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാലസോർ അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചു. പ്രതാപ് ചന്ദ്ര സാരംഗി അടക്കമുള്ള നേതാക്കൾ നമുക്കറിയാം, ഒറീസയിൽ ശക്തമായി തന്നെ ബി ജെ പിക്ക് വേണ്ടി നിതാന്തം പോരാടിയവരാണ്. അവരുടെ ആശയങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഭുവനേശ്വറിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഏറെ നാളായി നരേന്ദ്രമോദി പണിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നവീൻ പട്നായിക് എന്ന അതികായനായ മനുഷ്യനോട് ഏറ്റുമുട്ടി ഇതുവരെയും ബി ജെ പി ജയം കൈവരിച്ചിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരിച്ചുവരവ് സാധ്യമാണോ എന്നുള്ളത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞേക്കാം. പക്ഷേ അത് ഗണ്യമായിട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഒറീസ എന്ന സ്ഥലം അങ്ങനെ ഇങ്ങനെയൊന്നും കൈവിടാൻ കഴിയുന്ന സ്ഥലമല്ല. 21 ലോക്സഭാ സീറ്റുകളാണ്. ബി ജെ പി ഏറ്റവും കൂടുതൽ അവിടെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറഞ്ഞത് 15ഓളം സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മിഷൻ 370-ൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഒറീസ എന്നുള്ളത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ വലിയ തോതിൽ വർഗീയതയെ ചെറുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം തുടക്കം മുതലേ ആരംഭിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ പലയിടത്തും ഒരുപക്ഷെ ബി ജെ ഡിയെ പിന്തുണച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ്.